ഹായ് ഫ്രണ്ട്സ്, എസ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2025-26 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് FIUGP CSSൻ്റെ അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നൽകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന പോകുന്നത് 2025-26 അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തിട്ട് എൻട്രൻസ് എക്സാംസിൻ്റെ ഡീറ്റെയിൽസും, അതുപോലെ എങ്ങനെയാണ് നിങ്ങളിത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ആൻഡ് സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. ദി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കേരള അണ്ടർ ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റം CSS. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അവരുടെ മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, CSSFIUGP@help2025@gmail.com. അതുപോലെ നമ്പർ കൊടുത്തിട്ടുണ്ട് 0471230838. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത് 25/4/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/5/2025. എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് നടത്തപ്പെടുക 26/5/2025. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക 10/6/2025 ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് 12/6/2025. ആൻഡ് നിങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് 1/7/2025. അപ്പോൾ ഇതാണ് FIUGP CSSമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 10/5/2025, എൻട്രൻസ് എക്സാമിനേഷൻ 26/5, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക 10/6, അഡ്മിഷൻ കമൻസ്മെൻറ്റ് ഓഫ് അഡ്മിഷൻ പറഞ്ഞിട്ടുള്ളത് 12/6, ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ക്ലാസ്സസ് പറഞ്ഞിട്ടുള്ളത് 1/7. ഇനി നമുക്ക് മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോവാം. അക്കാഡമിക് ആൻഡ് റിസർച്ച് സ്ട്രക്ചറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 43 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഓർഗനൈസ്ഡ് അണ്ടർ 11 സ്കൂൾസ് predominantly located at the കാര്യവട്ടം campus. A network of affiliated colleges across Thiruvananthapuram, Kollam, Pathanamthitta and Alappuzha district. A student body exceeding 2,000 full-time students, including research scholars, with a significant presence of international students in the university department. 196 affiliated colleges with an enrollment of over 130,000 students. University Institute of Technology UITs and University College of Teacher Education UTCs offering UG and selected PG programs. Center for Distance and Online Education CDOE catering to approximately 30,000 students nationwide. The University College of Engineering at കാര്യവട്ടം offers engineering education at undergraduate level. ഇനി അതിൽ അക്കാഡമിക് ഫ്രെയിംവർക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു PDF സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മേജർ പ്രോഗ്രാംസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ BSc ഹോണേഴ്സ് വിത്ത് റിസർച്ച് 15 സീറ്റ് വീതമാണ് ഈച്ച്, അതായത് ബയോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സൈക്കോളജി. ദെൻ BA ഹോണേഴ്സ് വിത്ത് റിസർച്ച് കൊടുത്തിട്ടുണ്ട് 20 സീറ്റുകൾ വെച്ചാണ് ഈച്ച്. എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, മലയാളം ആൻഡ് കേരള സ്റ്റഡീസ്, പൊളിറ്റിക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, സംസ്കൃതം. ദെൻ മൈനർ പ്രോഗ്രാമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിലോസഫി, ബയോകെമിസ്ട്രി, ആർക്കിയോളജി, നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ജേർണലിസം, മാനുസ്ക്രിപ്റ്റോളജി ആൻഡ് പാലിയോഗ്രഫി, ഇലക്ട്രോണിക്സ് ആൻഡ് ഫോട്ടോണിക്സ്, എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് സയൻസ്, ഇംഗ്ലീഷ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ മാനേജ്മെൻറ്റ്, റഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, എനർജി ആൻഡ് ഫങ്ഷണൽ മെറ്റീരിയൽ, കെമിസ്ട്രി, ജർമ്മൻ, അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സോഷ്യോളജി, സൈക്കോളജി, ഡേറ്റ സയൻസ്, ഫ്രഞ്ച്, ബയോസ്റ്റാറ്റിക്സ് ആൻഡ് ഡെമോഗ്രഫി, സംസ്കൃത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, പൊളിറ്റിക്കൽ സയൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മാത്തമാറ്റിക്സ്, ജിയോളജി, അക്വാട്ടിക് സയൻസ് ആൻഡ് ഫിഷറീസ്, മറൈൻ ബയോളജി, അപ്ലൈഡ് അക്വാകൾച്ചർ, ഫിഷറീസ് സയൻസ്, ഫിസിക്സ്, ഹിന്ദി, മലയാളം ആൻഡ് കേരള സ്റ്റഡീസ്, സുവോളജി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ബോട്ടണി, വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, സൈബർ സെക്യൂരിറ്റി ലോസ് ആൻഡ് ഇൻ്റലക്ച്വൽ, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്, ഡേറ്റ അനലിറ്റിക്, സ്റ്റാറ്റിസ്റ്റിക്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം. ദെൻ മറ്റ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് തന്നെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഓൺലൈൻ രജിസ്ട്രേഷൻ, ദ കാൻഡിഡേറ്റ് ഷുഡ് ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓഫ് ദ സെയിം ആൻഡ് കീപ് it with herself himself. Do not send hard copies with university.
The hard copy of the online application with supporting documents should be kept by the candidate and it should be submitted at the time of admission to respective department. അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതൊരിക്കലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ ഒരു കോപ്പിയോടൊപ്പം മറ്റ് ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ടുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സുകൾ വെച്ചായിരിക്കണം അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തേണ്ടത്. Then the candidate who come under the PWD, person with disability category, should specifically mention the same at the time of all registration. PWD കാറ്റഗറിയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവരും ഇത് സെയിം, അതായത് കോപ്പി എടുത്തിട്ട് ഈ പറയുന്ന ഡിസബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ പ്രൂഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുമായിട്ട് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. Then candidate coming under SC, ST, OEC, SCBC are not eligible for EWS reservation. SC, ST, OEC, SCBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് EWS റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഓൾറെഡി ഡിഗ്രിയിൽ നിങ്ങൾ ആ ഒരു റിസർവേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ടായിരിക്കാം. Only the general category candidate belong to the forward community who are economically backward are eligible for EWS reservation. അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് മാത്രമേ EWS റിസർവേഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റ് ഫ്രം ദ റവന്യൂ അതോറിറ്റീസ് ടു ദ എഫക്റ്റ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ടൈമിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ റവന്യൂ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റും കൂടി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. No memo will be sent by post in the case of defective application, but edit option will be provided for a stipulated period and no corrections or change will be allowed after the stipulated period. അതായത് മെമ്മോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡെഫക്റ്റീവ് ആപ്ലിക്കേഷൻ്റെ പേരിൽ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കില്ല. പക്ഷേ എഡിറ്റ് ഓപ്ഷൻ നൽകുന്നതായിരിക്കും. ആ എഡിറ്റ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് ആ ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ എന്താണോ മിസ്റ്റേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നത് അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. Inclusion of a candidate in the rank list or allotment does not entitle him for admission to a program unless the rules regarding eligibility for admission as laid down in the prospectus under various clauses are certified. The entrance examination centers in Kerala are Thiruvananthapuram, Kollam, Alappuzha, Pathanamthitta, Kottayam, Idukki, Ernakulam, Thrissur, Palakkad, Malappuram, Kozhikode, Wayanad, Kannur and Kasaragod. 2 optional centers outside Kerala, Chennai and Delhi. Chennaiil Delhiiluമാണ് outside Kerala ഉള്ളത്. Will be available subject to sufficient applicant. The vice chairman CSS has the authority to cancel any centers with fewer than 100 applicants. അതായത് 100ൽ കുറവ് ആപ്ലിക്കൻസ് ഉള്ള സെൻറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം വൈസ് ചെയർമാൻ CSSന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇവിടെ സ്പോർട്സ് കോട്ട റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. One seat shall be given for sport person over and above the census strength in each undergraduate degree program. Admission to such seats shall be made as per the procedure for admission under sports quota. If the required number of sports person is not available, the seat should be kept vacant and shall not be filled by the other candidate. Then അതിൻ്റെ ഡീറ്റെയിൽ ജനറൽ ഗൈഡ്ലൈൻസ് ഫോർ അഡ്മിഷൻ അണ്ടർ സ്പോർട്സ് കോട്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ടൈ ബ്രേക്കിംഗ് ക്രൈറ്റീരിയ ഫോർ സ്പോർട്സ് മെറിറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. റിസർവേഷൻ ഫോർ നോമിനീസ്. then അതിനുശേഷം കമ്മ്യൂണിറ്റി കോട്ടയുടെ കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഏതാണ് എന്നുള്ളതും കൃത്യമായിട്ടവിടെ നൽകിയിട്ടുണ്ട്. ഇനി അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്. A pass in higher secondary examination of the state, ICSE, CBSE or equivalent examination accepted by the university shall be considered as equivalent academic eligibility for admission to the program. The candidate who option for biology, physics, computer science, chemistry and mathematics should have studied the option subject as the plus 2 or equivalent level examination. ബയോളജി, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി അല്ല മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വെക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർ +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് ലെവലിൽ ഈ പറഞ്ഞ ഏതെങ്കിലും സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ളവരായിരിക്കണം. കാൻഡിഡേറ്റ് ഹു ഹാവ് റിട്ടേൺ ദ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഇക്വലൻ്റ് അവൈറ്റിംഗ് റിസൾട്ട് ക്യാൻ ആൾസോ അപ്ലൈ. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എഴുതി നിൽക്കുന്ന ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാംസ് എഴുതി നിൽക്കുന്ന റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. The candidate should pass the qualifying examination at the time of admission. അഡ്മിഷൻ ടൈമിൽ ഈ വിദ്യാർത്ഥികൾ പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. Any candidate admitted to FIUG program of the university in any subject in earlier year shall be eligible to apply for admission to any FIUG program. ഇതിന് മുമ്പ് FIUG പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഏത് വിദ്യാർത്ഥിയാണെങ്കിൽ കൂടിയും ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Then a candidate may apply for a maximum of 5 FIUG program through single registration. Submission of multiple applications will not be entertained
വിൽ ലീഡ് ടു റിജക്ഷൻ. അതായത് നിങ്ങൾ ഒറ്റത്തവണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ആപ്ലിക്കേഷനിൽ 5 പ്രോഗ്രാമുകൾ FIUG പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷനായിട്ട് വെക്കാനായിട്ട് സാധിക്കും. എന്നാൽ 5 പ്രോഗ്രാമേ വെക്കാൻ സാധിച്ചുള്ളൂ എന്ന് കരുതിയിട്ട് മറ്റ് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ 2 പ്രൊഫൈലും റിജക്റ്റായി പോകുന്നതായിരിക്കും. ഓക്കെ. ദെൻ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ജനറൽ SCBC കാൻഡിഡേറ്റ് 23 വയസ്സാണ്. SC/ST കാൻഡിഡേറ്റിന് 25 വയസ്സാണ്. ദെൻ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഫോർ അഡ്മിഷൻ ഷോൾ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ. ദോസ് ഹു സെക്യൂർ 0 മാർക്ക് ഓർ നെഗറ്റീവ് മാർക്ക് ഷോൾ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. ഓക്കെ. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം വഴിയായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവുക. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ 0 മാർക്കോ നെഗറ്റീവ് മാർക്കോ ഉള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കില്ല. ദെൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? admission.kerala.ac.in ചെല്ലുക. അതിൽ FIUGP CSS എടുക്കുക. A candidate will have the facility to apply for a maximum of 5 programs through a single registration. Then ഒരു FIUGP CSS എടുക്കുക. അതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ SCBCക്കാർക്ക് രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 1200 അഡീഷണൽ സബ്ജക്റ്റ് ഫീ എന്ന് പറയുന്നത് 150. SC/ST കാൻഡിഡേറ്റിൻ്റെ രജിസ്ട്രേഷൻ ഫീ 600. അഡീഷണൽ സബ്ജക്റ്റ് ഫീ 75. ദെൻ രജിസ്റ്റർ ഓൺ ദ വെബ്സൈറ്റ് ബൈ പ്രൊവൈഡിങ് ബേസിക് ഇൻഫർമേഷൻ. അത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. ലോഗിൻ ടു ദ കാൻഡിഡേറ്റ് പേജ് യൂസിങ് ദ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്. ഡേറ്റ് ഓഫ് ബർത്തും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ, അതായത് നിങ്ങളുടെ ഡീഫോൾട്ട് പാസ്വേഡായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഓപ്ഷൻ പ്രോഗ്രാം ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനുശേഷം എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ, നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ ഓപ്ഷൻസ് കൊടുക്കുക. രജിസ്ട്രേഷൻ ഫീ ഓൺലൈനായിട്ട് അടയ്ക്കുക. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഫോമാറ്റിൽ തന്നെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ആ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ദെൻ ഡൗൺലോഡ് ദ ഹോൾ ടിക്കറ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ദ എൻട്രൻസ് സെഷൻ. എൻട്രൻസ് എക്സാമിനേഷന് മുമ്പ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി എൻട്രൻസ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തിട്ട് there shall be an entrance examination for admission to each FIUGP program. No candidate shall be admitted to a FIUGP program without taking the entrance examination, except for SC/ST candidate admitted to vacant seat, foreign candidate and sponsored candidate. Nature of entrance examination എന്ന് പറയുന്നത് number of question 40. മാക്സിമം മാർക്ക് 160, 4 മാർക്ക് for each correct answer. Duration 1 hour ആണ്. 1 additional hour for candidate who have option for each additional subject. ഇനി മാർക്കിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ ഓരോ ശരിയായ ഉത്തരത്തിനും 4 മാർക്കാണ്. ആൻഡ് 1 മാർക്ക് ഇൻകറക്റ്റ് ആൻസേഴ്സിൽ നിന്നും കുറയ്ക്കുന്നത്. ഇൻകറക്റ്റ് ആൻസർ വന്നു കഴിഞ്ഞാൽ 1 മാർക്ക് വീതം കുറയ്ക്കുന്നതായിരിക്കും. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. സിലബസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ മേജർ സബ്ജക്റ്റ്, ഹയർ സെക്കൻഡറി, +2 ലെവൽ. ദി കാൻഡിഡേറ്റ് ക്യാൻ ഓപ്ഷൻ 1 പ്രോഗ്രാം ഫ്രം ഈച്ച് ഗ്രൂപ്പ് അപ് ടു മാക്സിമം ഓഫ് 5 പ്രോഗ്രാം. Then group of programs are detailed below. Major program 1 Hindi, Chemistry, Economics. 2 Sanskrit, BBA, Political International Relations, Physics. 3 History, Mathematics, Psychology. 4 Malayalam, Biology, Commerce, Computer Science, Geology. 5 English. Any conduct of entrance examination കൊടുത്തിട്ടുള്ളത് the officer of the CSS shall conduct the entrance examination. No re-examination shall be provided to absence under any circumstance. Then ഓൺലൈൻ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദ അഡ്മിറ്റ് കാർഡ് ഫോർ ദ എൻട്രൻസ് സെഷൻ ക്യാൻ ബി ഡൗൺലോഡ് ഫ്രം ദ കാൻഡിഡേറ്റ് പ്രൊഫൈൽ. അഡ്മിറ്റ് കാർഡ് വിൽ നോട്ട് ബി സെൻഡ് ബൈ പോസ്റ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി. ദ എക്സാമിനേഷൻ വെന്യൂ ആൻഡ് ടൈം ടേബിൾ വിൽ ബി പ്രൊവൈഡ് ഇൻ ദ അഡ്മിറ്റ് കാർഡ്. ദെൻ അതിൻ്റെ വെയിറ്റേജസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അഡ്മിഷൻ ആക്ടിവിറ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടാവണം. അഡ്മിഷൻ മെമ്മോ ഉണ്ടാവണം. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവണം. സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ TC ആണ്, കോഴ്സ് ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ദെൻ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. SCBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. OEC കാൻഡിഡേറ്റ്, SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. OEC കാൻഡിഡേറ്റ്സും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ദെൻ മറ്റേതെങ്കിലും ഗ്രേസ് മാർക്കോ വെയിറ്റേജ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ മറ്റേ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഫ് ആപ്ലിക്കബിൾ. Then undertaken from the student as per the provision of anti-ragging verdict by the Honorable Supreme Court of India. Any other required documents issued by the university. ഇത് നിങ്ങൾക്ക് അപ്പാർ ID ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. ദെൻ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഫീ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവ ഇത്രയുമാണ് മെയിനായിട്ടും നിങ്ങൾക്ക്
പറയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ തന്നെ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നിലവിലെ ഡീറ്റെയിൽസ്. അപ്പോൾ കൂടുതൽ ഒഫീഷ്യൽ ഇൻഫർമേഷൻ അറിയുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.